പെരുന്നാൾ ദിനത്തിൽ സംയുക്ത ഈദ്ഗാഹ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കായംകുളം MSM കോളേജ് മൈതാനിയിൽ നമസ്കാര ചടങ്ങ് നടക്കും. നമസ്കാരത്തിനും ഖുത്തുബയ്ക്കും കായംകുളം മസ്ജിദ് റഹ്മാൻ ഇമാം നവാസ് അസ്ഹരി നേതൃത്വം നൽകും. ആത്മസംരക്ഷണത്തിന്റെ ദിനരാത്രങ്ങൾക്ക് വിട നൽകി സഹന സമരത്തിന്റെ വിജയപ്രഖ്യാപനവുമായി ലോകത്തെമ്പാടുമുള്ള വിശ്വാസികൾ പെരുന്നാൾ ആഘോഷത്തിൽ ഈദ്ഗാഹുകളിലേക്ക് എത്തും. പെരുന്നാൾ ദിനത്തിൽ കായംകുളം MSM കോളേജ് മൈതാനിയിൽ സംയുക്ത ഈദ്ഗാഹ് സംഘടിപ്പിക്കുന്നുണ്ട്. സംയുക്ത ഈദ്ഗാഹ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ രാവിലെ 7:15 നമസ്കാരം നിർവഹിക്കും. നമസ്കാരത്തിനും ഖുതുബയ്ക്കും കായംകുളം മസ്ജിദ് റഹ്മാൻ ഇമാം നവാസ് അസ്ഹരി നേതൃത്വം നൽകും. റംസാൻ മാസം കാലത്തെ ഒരു വിധാനുഷ്ഠാനവും രാത്രികാല നമസ്കാരവും അതുപോലെ ഇഫ്താർ മീറ്റുകളും കൊണ്ട് സജീവമായിരുന്നു. അതിൻ്റെ പര്യവസാനം എന്ന നിലയിൽ ഷവ്വാൽ 1 ഈദുൽ ഫിത്തർ ആഘോഷിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി കായംകുളം MSM കോളേജ് അങ്കണത്തിൽ ഈദ്ഗാഹ് സംഘടിപ്പിക്കുകയാണ്. സംയുക്ത ഈദ്ഗാഹ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നടക്കുന്ന സംരംഭത്തിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ ഈദ്ഗാഹ് നമ്മൾ കാലങ്ങളായി നടത്തിവരുന്ന ഒന്നാണ്. 1000-ലേറെ സ്ത്രീകളും കുട്ടികളും അടക്കം 1000-ലേറെ അംഗങ്ങൾ പങ്കെടുക്കുന്ന ഈ വിശ്വാസികൾ പങ്കെടുക്കുന്ന ഈ ഇവിടെ നമുക്ക് എല്ലാ ഒരുക്കങ്ങളും ആയിട്ടുണ്ട്. അതിന് ആവശ്യമായ ഉപസമിതികളും രൂപീകരിച്ച് അതിൻ്റെ ഇമാം ആയിട്ടുള്ളത് നേതൃത്വം നൽകുന്നത് മസ്ജിദ് റഹ്മാൻ ഇമാം നവാസ് അസ്ഹരിയാണ്. അയ്യൂബ് പണ്ഡിതന്റെ പ്രഭാഷണവും നമസ്കാര നേതൃത്വവും ഏവർക്കും വളരെ ചൈതന്യം നൽകുന്ന ഒന്നായി മാറും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഏവരെയും ഒരിക്കൽ കൂടി ഈ സംഗമത്തിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഒരു മാസത്തെ വ്രതാനുഷ്ഠാനങ്ങൾക്ക് ശേഷം മുസ്ലിം സമൂഹം ഈദ്ഗാഹുകളിലേക്ക് നീങ്ങുകയാണ്. ഇൻഷാ അല്ലാഹ് എല്ലാ വർഷവും കായംകുളത്ത് സംഘടിപ്പിക്കുന്ന സംയുക്ത ഈദ്ഗാഹ് കായംകുളം MSM കോളേജ് ഗ്രൗണ്ടിൽ പെരുന്നാൾ ദിവസം രാവിലെ 7:15 തന്നെ ആരംഭിക്കുന്നതായിരിക്കും. ഈ നമസ്കാരത്തിനും ഖുതുബയ്ക്കും നേതൃത്വം നൽകുന്നത് ബഹുമാന്യനായ മസ്ജിദുൽ റഹ്മാൻ ഇമാം നവാസ് അസ്ഹരിയാണ്. എല്ലാ ജനങ്ങളെയും ഈ സംഗമത്തിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ദേശീയപാതയുടെ നിർമ്മാണം നടക്കുന്നതിനാൽ ഈദ്ഗാഹിലേക്ക് എത്തുന്ന വാഹനങ്ങൾക്ക് കോളേജിന് മുന്നിൽ വിശാലമായ പാർക്കിംഗ് സൗകര്യം ഒരുക്കിയിട്ടുണ്ടെന്നും തിരക്കൊഴിവാക്കാൻ വിശ്വാസികൾ നേരത്തെ തന്നെ ക്യാമ്പസിൽ എത്തിച്ചേരണമെന്നും ഈദ്ഗാഹ് കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന ഇസ്രായേൽ നടപടികൾ അനുസ്യൂതം തുടരുകയാണ്. അതുകൊണ്ട് തന്നെ മുസ്ലിം ജനസാമാന്യം ഈദ്ഗാഹുകളിൽ ഒരുമിച്ച് കൂടുമ്പോൾ പ്രത്യേകമായ രാഷ്ട്രീയ പ്രാധാന്യം കൂടി അവയ്ക്കുണ്ട്. മാത്രമല്ല, ഇന്ത്യൻ സാഹചര്യത്തിൽ വഖഫ് നിയമം പോലെയുള്ള നിയമങ്ങൾ, വഖഫ് ബോർഡിനെ വഖഫ് സ്വത്തുക്കളെ പിടിച്ചടക്കുവാൻ വേണ്ടിയുള്ള വഖഫ് ബില്ലുകൾ നമ്മുടെ സഭയിൽ അവതരിപ്പിക്കുന്ന പശ്ചാത്തലത്തിൽ കൂടി മുസ്ലിം സമൂഹം ഈദ്ഗാഹുകളിൽ നീണ്ട പ്രതിജ്ഞകൾ കൂടി എടുക്കുകയാണ് ചെയ്യുന്നത്. തീർച്ചയായും അത്തരം പ്രാധാന്യമുള്ള ഈ പെരുന്നാൾ നമസ്കാരത്തിൽ ഈദ്ഗാഹുകളിൽ സംഘടിതമായി ഒത്തുചേർന്നുകൊണ്ട് അവരുടെ രാഷ്ട്രീയമായ അജണ്ടകൾ കൂടി നിശ്ചയിക്കപ്പെടുന്ന ഒരു ഘട്ടം കൂടിയാണ് ഇത് എന്ന് ഞങ്ങൾ തീർച്ചയായും മനസ്സിലാക്കി. കായംകുളം മസ്ജിദ് റഹ്മാൻ ഇമാം നവാസ് അസ്ഹരിയാണ് ഈ പ്രാവശ്യം പെരുന്നാൾ നമസ്കാരത്തിനും ഖുതുബയ്ക്കും നേതൃത്വം കൊടുക്കുന്നത്. MSM കോളേജിൽ എല്ലാ വർഷവും പതിവ് പോലെ നടക്കുന്ന ഈദ്ഗാഹിൽ ഇത്തവണ കുറച്ച് പാർക്കിംഗ് പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നു. ദേശീയപാതയുടെ നിർമ്മാണം നടക്കുന്നതുകൊണ്ട് അതുകൊണ്ട് കോളേജിന് പിൻഭാഗത്ത് വിശാലമായ പാർക്കിംഗ് സൗകര്യം ഉണ്ട്. നമസ്കാരത്തിലേക്ക് വളരെ നേരത്തെ തന്നെ എത്തിച്ചേരണമെന്നും 7:15 തന്നെ നമസ്കാരം നിർവഹിക്കപ്പെടുമെന്നും എല്ലാ വിശ്വാസികളെയും അറിയിക്കുകയാണ്. ചെയർമാൻ പ്രൊഫസർ A ഷാജഹാൻ, കൺവീനർ Y ഇർഷാദ്, ഷൗക്കത്ത് ചെമ്മക്കാട്, ഹസീബ് ചിത്തിനേത്ത്, അഷ്റഫ് കാവേരി, മുബീറസ് ഓടനാട്, നവാസ് ആലയിൽ, E സക്കീർ, നുജും ലാൻസ, മുജീബസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. CDNet ന്യൂസ്, കായംകുളം.